ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ദേവന്മാരുടെ ആയുസ് എന്ന് പറയുന്നത് കൽപ്പാന്തകാല പര്യന്തമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആയുസ് കൊണ്ട് വെറുതെ തിന്നും കുടിച്ചും കഴിഞ്ഞിട്ട് എന്ത് കാര്യം? നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഒരു ദുഃഖവുമില്ലാതെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ച് കുറച്ചു നാൾ കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു നിരാശയുണ്ടാകും. കാരണം സുഖം കൂടിപ്പോയാലും പ്രശ്നമാണ്. ഈ പ്രകൃതിയിൽ തന്നെ നോക്കൂ. എല്ലായ്പ്പോഴും മഴ പെയ്തുകൊണ്ടിരുന്നാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. എല്ലായ്പ്പോഴും വെയിൽ തന്നെ ആയാലോ അതും ബുദ്ധിമുട്ടാണ്. എല്ലായ്പ്പോഴും തണുപ്പ് തന്നെയായാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രകൃതിയിൽ പോലും എല്ലാം മാറി മാറിയാണ് വരുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയിരിക്കണം. അതിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. 23-ാമത്തെ ശ്ലോകം. കൽപ്പായുഷാം സ്ഥാനജയാത് പുനർഭവാൻ ക്ഷണായുഷാം ഭാരത ഭൂജയോ വരം ക്ഷണേന മർത്തേന കൃതം മനസ്വിന സന്യസ്യ സംയാന്ത്യഭയം പദം ഹരേഹേ. കൽപ്പായുഷാം, കൽപ്പാന്തകാല പര്യന്തം ആയുസ്സുള്ള ഈ ദേവന്മാരുടെ പുനർഭവാത്, അവർക്കുമുണ്ട് പുനർജന്മം. അങ്ങനെയുള്ള പുനരുത്പത്തിക്കുതകുന്ന സ്ഥാനജയാത്, അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ്, വരം ശ്രേഷ്ഠമാണ്. ക്ഷണായുഷാം, 100 വർഷം എന്നൊക്കെ പറയുന്നത് ദേവന്മാർക്ക് 100 ദിവസമാണ്. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ആയുസ് വെച്ച് നോക്കുമ്പോൾ മനുഷ്യരുടെ ആയുസ് ക്ഷണകാലമാണ്. അല്പകാല ആയുസ്സുള്ള മനുഷ്യരുടെ ഭാരതഭൂജയ, ഭാരതഭൂമിയിലെ ജന്മലബ്ധി എത്രയോ ശ്രേഷ്ഠമാണ്. കാരണം ആർക്കാണോ ഭഗവാനിൽ ശരണാഗതി അടയണം എന്ന ചിന്തയുണ്ടാകുന്നത്, അങ്ങനെയുള്ള ആ മർത്യേന, ആ മർത്യദേഹം കൊണ്ട് ക്ഷണേന, വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ, കാരണം ഭഗവാൻ അറിയാം ഭൂമിയിലെ ജന്മം കുറച്ചു നാളത്തേക്കേ ഉണ്ടാവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഭഗവാനിലുള്ള രുചി വളർത്താൻ എല്ലാവർക്കും ഭഗവാൻ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ കൊടുക്കാറുണ്ട്. അത് പിടിച്ചു കയറാൻ ഭാഗ്യം സിദ്ധിച്ചവർ രക്ഷപ്പെടും. അല്ലാതെ വീണ്ടും ഇടയ്ക്കൊരു അനുഭവം കിട്ടിയിട്ടും അത് മറന്നിട്ട് വീണ്ടും ഭഗവാനെ ഭൗതിക നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ താഴോട്ട് പോകും. അപ്പോൾ ഭാഗ്യം വേണം ഭഗവാനിൽ ആ രുചി വർദ്ധിപ്പിക്കാൻ. അങ്ങനെ ഹ്രസ്വകാലം കൊണ്ട് മനസ്വിനഃ, ധീരചിത്തരായിട്ട് എന്ത് പ്രതിസന്ധി വന്നാലും ഭഗവാനെ അവർ കൈവിടില്ല. ഭഗവാൻ നമ്മളെ കൈവിടാത്തത് പോലെ നമ്മൾ ഭഗവാനെയും കൈവിടാതിരിക്കണം. ഭഗവാനെ മുറുകെ പിടിക്കണം. അല്ലാതെ ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോൾ ഭഗവാനെ അങ്ങ് വിട്ടേക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ധീരത വേണം എന്ന് പറയുന്നത്. ധീരചിത്തരായവർക്ക് മാത്രമേ ഈ ഒരു പാതയിൽ നിരന്തരം അതേ മനസ്സോടെ, അതേ സാധനയോടെ, അതേ തീവ്രമായ വൈരാഗ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിച്ചാൽ അവർ ഈ ഒരു ജന്മം കൊണ്ട് തന്നെ കൃതം, അവരുടെ എല്ലാ കർമ്മങ്ങളെയും സന്യസ്യ, മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് അഭയം, സംസാരഭീതിയെ അകറ്റുന്ന ഹരേഹേ പദം, ഭഗവാന്റെ ആ പാദപത്മത്തെ എന്നേക്കുമായിട്ട് സംയാന്തി പ്രാപിക്കുന്നു. പുനർജന്മം കിട്ടാത്ത വിധത്തിൽ അവർ ഭഗവാനിൽ വിലയം പ്രാപിക്കുന്നു. അതിനുതകുന്ന ക്ഷണായുസ്സാണെങ്കിലും ആ മർത്യജന്മമല്ലേ ശ്രേഷ്ഠം, അതും ഭാരതഭൂമിയിലാണെങ്കിൽ. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സന്യാസിവര്യന്മാർ എന്ന് വെച്ചാൽ യോഗീശ്വരന്മാർ, ശ്രീരാമകൃഷ്ണ പരമഹംസരാകട്ടെ, സ്വാമി വിവേകാനന്ദൻ, രമണ മഹർഷി, അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, ഇവരൊക്കെ
ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്, അതായത് വലിയ വർഷങ്ങളുടെ വ്യത്യാസമില്ലാതെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ച് ജീവിച്ചവരാണ്. എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഇത്രയധികം ഗുരുക്കന്മാർ വന്നത് എന്നതിന് ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു ഉത്തരം കിട്ടിയതാണ്. ഈ ഭാരതത്തിന്റെ സംരക്ഷണയ്ക്കായിട്ട് ഒരു ഋഷി പരമ്പര ഭാരതത്തെ സംരക്ഷിക്കാനായിട്ട് ഇങ്ങനെ എന്താ പറയാ, കണ്ണും കാതും കൂർപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഭാരതത്തെ വിദേശ ശക്തികൾ ആക്രമിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ ആ ഋഷി പരമ്പരയുടെ തീരുമാനമായിരുന്നു, ഈ വിദേശ ശക്തികളുടെ ആ ആക്രമണത്തിൽ നിന്ന് ആളുകളുടെ മനസ്സ് മരവിക്കുമ്പോൾ ആ മനസ്സിന്റെ താളം തെറ്റാതിരിക്കാൻ അവർക്കപ്പോഴും ഭാരതഭൂമിയുടെ ആ പവിത്രത എന്താണെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആചാര്യന്മാരുടെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണത്രേ ആ സമയത്ത് തന്നെ, വിദേശ ശക്തികൾ ഇവിടെ ഭരിക്കുന്ന സമയത്ത് തന്നെ, എത്രയോ ഭക്തശിരോമണികൾ, എത്രയോ ശ്രേഷ്ഠരായ ആചാര്യന്മാർ ഒരുമിച്ച് ഭൂമിയിലേക്ക് അവതരിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം എല്ലാവർക്കും കുറെയൊക്കെ ബോധം വന്നിട്ടുണ്ട്. സ്വയമേവ അതിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ എല്ലാ വിധത്തിലുള്ള ആരാധന ക്രമങ്ങൾക്കും എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇപ്പോൾ ഇത് പൂർണ്ണമായും നമ്മുടേതായ രാജ്യമാണ്. അതുകൊണ്ടാണ് അത്ര ഇപ്പോൾ അതിന് കുറച്ചൊരു കുറവ് വന്നത്. കാരണം ഇപ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല എന്നതുകൊണ്ട്. അപ്പോൾ ഇതൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ഇനി പറയുന്നത് 24-ാമത്തെ ശ്ലോകം. നയത്ര വൈകുണ്ഠ കഥാസുധാപക ന സാധവോ ഭാഗവതാഹ തദാശ്രയാഹ നയത്ര യജ്ഞേശമഖാ മഹോത്സവാഹ സുരേശലോകഃ അപി ന വൈ സസേവ്യതാം. വൈകുണ്ഠ കഥാസുധാപക, ഭഗവാൻ ശ്രീഹരിയുടെ കഥാമൃതമാകുന്ന ആ ഒഴുക്ക്, ആ നദി, യത്ര ന, എവിടെയില്ലയോ, തദാശ്രയാഹ ഭാഗവതാഹ സാധവഃ, ആ കഥാമൃത സരിത്തിനെ ആശ്രയിച്ചിരിക്കുന്ന ഭഗവത് ഭക്തന്മാരായ സാധുക്കൾ യത്ര ന, എവിടെയില്ലയോ, മഹോത്സവാഹ യജ്ഞേശമഖാഹ, ആനന്ദകരങ്ങളായ ഹരിസമാരാധനകൾ യത്ര ന, എവിടെയില്ലയോ, സഹ, അങ്ങനെ ഒരു ലോകം, അതിന് സുരേശലോകഃ അപി, സുരന്മാരുടെയും ഈശനായ ബ്രഹ്മലോകം അല്ലെങ്കിൽ സ്വർഗലോകം, എങ്ങനെയായാലും മുകളിലുള്ള ഊർധ്വലോകത്തിൽ നമ്മൾ ശ്രേഷ്ഠമെന്ന് വിചാരിക്കുന്ന ആ ലോകമാണെങ്കിൽ പോലും ഇതൊന്നുമില്ലെങ്കിൽ സേവ്യതാം നവൈ, ഒരിക്കലും സേവിക്കപ്പെടാവുന്നതല്ല. അങ്ങനെയൊരു ലോകത്തിലേക്ക് പോകാൻ ഒരു ഭക്തൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. എവിടെയാണോ ഭഗവാന്റെ നാമം, ആ നാമമാകുന്ന സരിത്ത്, ഗംഗാപ്രവാഹം ഇല്ലാതിരിക്കുന്നത്, ആ ഭഗവാന്റെ നാമത്തെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യാത്മാക്കൾ എവിടെയാണോ ഇല്ലാത്തത്, അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കാൻ ഒരു ഭക്തൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. കാരണം ഓരോ ലോകത്തിനും ഓരോ സ്ഥലത്തിനും നമ്മെ സ്വാധീനിക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ ഭക്തന്മാരുടെ എണ്ണം വർദ്ധിച്ചു വന്നതിൻ്റെ ലക്ഷണം ലോകം മുഴുവനുമുണ്ട്. കാരണം ഭാരതീയരായിട്ടുള്ള ആളുകൾ ലോകത്തിൽ എവിടെ ചെന്നാലും അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അത് പിന്നീട് ഒരു ക്ഷേത്രമായിട്ട് മാറാനും കാരണമായി തീരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്. പല സന്യാസി വര്യന്മാരും അവിടെ നേരിട്ട് ചെന്ന് പ്രഭാഷണം നടത്തുകയും സത്സംഗം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇന്നിപ്പോൾ ഏകദേശം എല്ലാ രാജ്യങ്ങളും വാസയോഗ്യമാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഭാരതം പോലെ പവിത്രമായിട്ട് മറ്റൊരു ദേശവും ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആദ്യം പറഞ്ഞു, ഇവിടെയുള്ള പർവ്വതങ്ങളും നദികളും കൊണ്ട് തന്നെ ഭാരതം പവിത്രമായി കഴിഞ്ഞതാണ്. ഒപ്പം എത്രയോ പുണ്യാത്മാക്കൾ ഭാരതത്തിന്റെ ആ പവിത്രതയെ ഒന്നുകൂടെ ശുദ്ധീകരിക്കാനായിട്ട് വന്ന് ജനിച്ചിട്ടുണ്ട്, ഇപ്പോഴും ജനിക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ നമുക്ക് അറിയാത്ത രീതിയിൽ തന്നെ അവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുണ്ട് അവർ എന്ന് നമ്മൾ മനസ്സിലാക്കി ഭാരതത്തിന്റെ പവിത്രതയെ
മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കണം. മനുഷ്യജന്മത്തിന് അത്രയും ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യമുണ്ടെന്ന് അറിയാൻ ഭാഗ്യം സിദ്ധിക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെ ഭാഗ്യം സിദ്ധിച്ചിട്ട് പോലും അതിനുവേണ്ടി സാധന ചെയ്യാൻ പലർക്കും സാധിക്കാറില്ല. അങ്ങനെ അറിയുക പോലും ചെയ്യാത്തവരെ കുറിച്ചാണ് പറയുന്നത്. 25-ാമത്തെ ശ്ലോകം. പ്രാപ്താ നൃജാതിം തു ഇഹ യേ ച ജന്തവോ ജ്ഞാനക്രിയാദ്രവ്യ കലാപ സംഭൃതാം ന വൈ യതേരൻ അപുനർഭവായതേ ഭൂയോ വനൗക ഇവ യാന്തി ബന്ധനം. ഇഹ ഈ ഭൂമിയിൽ യേ ജന്തവഹ യാവ ചില ജന്തുക്കൾ, അതായത് ജനിച്ചവരെല്ലാം ജന്തുക്കളാണ്. അതിൽ തന്നെ പക്ഷിമൃഗാദികൾക്കില്ലാത്ത ഒരു സവിശേഷത മനുഷ്യർക്കുള്ളത് ജ്ഞാനക്രിയാ ദ്രവ്യ കലാപ സംഭൃതാം. ജ്ഞാനം, കർമ്മം, ദ്രവ്യങ്ങൾ ഇവയുടെ എല്ലാം തികവോടുകൂടിയാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നത്. എന്നാൽ പക്ഷിമൃഗാദികൾക്ക് അതില്ല. അതുകൊണ്ടാണ് അവർക്ക് നേരിട്ട് ഈശ്വരനെ അറിയാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാം? ഇങ്ങനെ തികവുള്ള നൃജാതിം മനുഷ്യജന്മത്തെ പ്രാപ്താഹതുച പ്രാപിച്ചവരായിട്ടും അപുനർഭവായ പുനർജന്മത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകാൻ, അങ്ങനെ ശാശ്വതമായ ആനന്ദം ലഭിക്കാനായിട്ട് നയതേരൻ ആര് പ്രയത്നിക്കുന്നില്ലയോ തേ അവർ വനൗകാഹ ഇവ കാട്ടുപറവകളെ പോലെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ കാട്ടുപറവകൾ സ്വതന്ത്രരാണ്. പക്ഷെ ഈ കാട്ടിലാണ് വേടന്മാർ കൂടുതൽ വന്ന് നായാടുന്നത്. അങ്ങനെ വേടന്റെ ബന്ധനത്തിൽ അകപ്പെടുന്നത് പോലെ ഈ കാട്ടുപറവകൾ എങ്ങനെയാണോ സ്വതന്ത്രരായി പറക്കുന്നു, പക്ഷെ എപ്പോഴാണ് ഈ ബന്ധനത്തിൽ അകപ്പെടുക എന്ന് പറയാൻ പറ്റില്ല എന്നതുപോലെ ഭൂയഹ വീണ്ടും ബന്ധനം യാന്തി ബന്ധനത്തെ പ്രാപിക്കുന്നു. ഇങ്ങനെ ഒരു ജീവിതഗതി ലക്ഷ്യം മനുഷ്യജന്മത്തിനുണ്ടെന്നറിയാതെ ജീവിതം തുലഞ്ഞു പോകുന്നവരാണ്. എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയുക പോലും ചെയ്യാതെ മരിച്ചു പോകുന്നവരാണ് പകുതിയിലേറെ പേരും. അവരെക്കുറിച്ച് സഹതാപമല്ലാതെ മറ്റൊന്നുമില്ല. കാരണം അതറിയാനുള്ള ഒരു മാനസിക പക്വതയിലേക്ക്, തലത്തിലേക്ക് അവർ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് ഇതറിഞ്ഞവരെങ്കിലും ആ ഭാഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. എന്നിട്ട് കഴിയുന്നത്ര സമയം പല രീതിയിലുള്ള സാധനകൾ ചെയ്യണം. അതിനായിട്ടാണ് ഭഗവാൻ കർമ്മയോഗത്തെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് ഭക്തിയോടുകൂടിയ കർമ്മയോഗം വളരെ ഫലപ്രദമാണ്. സ്വന്തം ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയോടുകൂടെ നിറവേറ്റുക എന്നത് തന്നെ ഒരു സാധനയാണ്. ആ സാധനയിലൂടെ തന്നെ നമുക്ക് ഈശ്വരനെ അറിയാൻ സാധിക്കും. അത് മനസ്സിലാക്കി നമ്മൾ ഓരോ നിമിഷവും ആ സാധനയിലാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി വീണ്ടും ഭാരതവാസികളുടെ ഭാഗ്യത്തെ കാണിക്കുകയാണ്. 26-ാമത്തെ ശ്ലോകം. ഭാരതത്തിൽ വെച്ച് ചെയ്യപ്പെടുന്ന ഏത് യാഗവും അതിൻ്റെ പൂർണ്ണതയിലെത്തുമെന്നാണ് പറയുന്നത്. യൈഹി ശ്രദ്ധയാ ബർഹിഷി ഭാഗശോ ഹവിഹി നിരുക്തം ഇഷ്ടം വിധി മന്ത്രവസ്തുതഃ ഏകഃ പൃഥങ് നാമഭിഹി ആഹുതോ മുദ ഗൃഹാതി പൂർണ്ണ സ്വയം ആശിഷാം പ്രഭുഃ. യൈഹി ആരാലാണോ ബർഹിഷി യജ്ഞത്തിൽ ശ്രദ്ധയാ ശ്രദ്ധാപൂർവം വിധി മന്ത്രവസ്തുതഃ വിധി മന്ത്രം പിന്നെ അതിൻ്റെതായ പുരോടാശാദി ദ്രവ്യഭേദങ്ങൾ കൊണ്ട് ഭാഗശഃ പൊതുവെ ഓരോ ദേവന്മാർക്ക് പ്രത്യേകമായിട്ടാണ് യാഗാഗ്നിയിൽ ഹോമിക്കുക. ഇങ്ങനെ നിരുക്തം വേർതിരിച്ചു വെക്കപ്പെട്ട് ഇഷ്ടം അർപ്പിതമായ ഹവിഹി ഹവിസ്സിനെ പൃഥങ് നാമഭിഹി ഇന്ദ്രൻ തുടങ്ങിയ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്നതും ആഹുതഃ അങ്ങനെ വിളിക്കപ്പെടുന്നതും യഥാർത്ഥത്തിൽ ആ ഭഗവാനെ തന്നെയാണ്. അങ്ങനെ പൂർണ്ണഃ നിത്യപൂർണനും ആശിഷാം സമസ്ത പുരുഷാർത്ഥങ്ങളുടെയും പ്രഭുഃ ഉടമയുമായ ഏകഃ ഒരേയൊരു ഭഗവാൻ മുദാ സന്തോഷത്തോടെ സ്വയം ഗൃഹാതി ആ ഭഗവാൻ തന്നെ ഇതൊക്കെ സ്വീകരിക്കുന്നുവോ അങ്ങനെയുള്ള
ആ ഭാരതവാസികളുടെ ഭാഗ്യം അദ്ഭുതം തന്നെ. യജ്ഞം ചെയ്യുന്നതിലൂടെ ഓരോരുത്തരും ഓരോരോ ആഗ്രഹങ്ങളാണ് സാധിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടാണ് യജ്ഞം ചെയ്യുന്നത്. ആ യജ്ഞം പോലും ഭാരതവർഷത്തിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഫലപ്രാപ്തി ഉണ്ട് എന്ന് പറയുന്നു. അതേസമയം ഒരാഗ്രഹവും ഇല്ലാതെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവർക്ക് ജീവിതത്തിൽ പിന്നെ ഒരാഗ്രഹവും തോന്നാത്ത വിധത്തിലുള്ള പരമപദത്തെ ഭഗവാൻ തരും എന്നാണ് 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സത്യം ദിശതി അർത്ഥിതം അർത്ഥിതോ നൃണാം ന ഏവ അർത്ഥദോ യത് പുനഃ അർത്ഥിത യതഃ സ്വയം വിധത്തെ ഭജതാം അനിശ്ചിതാം ഇച്ഛാപിധാനം നിജപാദപല്ലവം. നൃണാം അർത്ഥിതഃ, മനുഷ്യർ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ യജിക്കുമ്പോൾ അർത്ഥിതം ദിശതി, എന്താണോ പ്രാർത്ഥിച്ചത് അതിനെ കൊടുക്കുന്നു. നമ്മൾ എല്ലാ പുരാണങ്ങളിലും കാണുന്നതാണ്. ഉത്തരകാമേഷ്ടി യാഗം നടത്തിയവർക്കൊക്കെ മക്കളെ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെ യാഗം ഏത് ആഗ്രഹത്താലാണോ അവർ ആ യാഗം നടത്തിയത് അത് അവർക്ക് സാധിക്കാറുണ്ട്. പക്ഷേ ഇത് സത്യം എന്നത് സത്യമാണ്. പക്ഷേ അർത്ഥതഃ, ആ പരമപുരുഷാർത്ഥമായിട്ട് അതിൻ്റെ ലക്ഷ്യമായിട്ടുള്ള മോക്ഷത്തെ നയേവ ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? യതഃ, ഇങ്ങനെ മക്കൾ ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കുക. മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അതോടെ ആഗ്രഹം തീരുമോ? ഇല്ല. മക്കൾ വളരുന്നതിനനുസരിച്ച് പുനഃ അർത്ഥിത, വീണ്ടും ആഗ്രഹം വന്നു ചേരുന്നു. അങ്ങനെ വരുമ്പോൾ ഓരോ തവണയും യാഗം ചെയ്യേണ്ടി വരുന്നു, പൂജ ചെയ്യേണ്ടി വരുന്നു, വഴിപാടുകൾ ചെയ്യേണ്ടി വരുന്നു. അതേസമയം ഭഗവാനെ അനിച്ഛതാം ഭജതാം, ഒരാഗ്രഹവുമില്ലാതെ ഭഗവാനെ മതി എന്ന് വിചാരിച്ച് ആരാണോ ഭജിക്കുന്നത് അവർക്ക് ഇച്ഛാപിധാനം, പിന്നീട് ഒരാഗ്രഹവും ഇല്ലാത്ത ഒരു മാനസിക തലത്തെ കൊടുക്കുന്നു. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഭഗവാന്റെ പാദപല്ലവം, ഭഗവാന്റെ ആ കാൽ തളിരിണ സദാ മനസ്സിൽ തെളിഞ്ഞു കാണുന്ന ആ സായുജ്യമാണ്. അതിനെ സ്വയം വിധത്തെ ഭഗവാൻ അറിഞ്ഞു കൊടുക്കുകയാണ്. ഒന്നും വേണ്ട എന്ന് മനസ്സിൽ ചിന്തിക്കുന്നവർക്കാണ് ഭഗവാൻ എല്ലാം കൊടുക്കുക. എല്ലാം കൊടുക്കുക എന്ന് വെച്ചാൽ അവർ പൂർണ്ണ സംതൃപ്തരായി തീരുന്നു. അങ്ങനെ ഈ ലോകത്തിന്റെ ചക്രവർത്തി എന്ന ഭാവമാണ് അത്തരത്തിലുള്ളവർക്ക് ഉണ്ടാവുക. സ്വാമി രാമയുടെ ഒരു കാര്യം, രാമയല്ല രാമതീർത്ഥ, അദ്ദേഹത്തെയും രാമ എന്നാണ് വിളിക്കുക. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. ഇപ്പോൾ എവിടെയോ റഷ്യയിലോ മറ്റോ ആണ് അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത സമയത്ത് അവിടുത്തെ റഷ്യൻ പ്രധാനമന്ത്രിയെയോ അങ്ങനെയുള്ള ആരെയോ പരിചയപ്പെടുത്തിയപ്പോൾ, അവരെ ഹിസ് ഹൈനസ് എന്നുള്ള ആ രീതിയിൽ പരിചയപ്പെടുത്തിയപ്പോൾ ഇദ്ദേഹവും പറഞ്ഞത് എംപറർ രാമ, ഞാനൊരു ചക്രവർത്തിയാണ് എന്നാണ്. അപ്പോൾ ആ ഭരണാധികാരി ചോദിച്ചത് നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ചക്രവർത്തിയാണെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാമതീർത്ഥ പറഞ്ഞു, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയാണ്. കാരണം എല്ലാം എൻ്റെ ആണെന്ന ബോധം ഉണ്ടാകുന്നു. എല്ലാം എൻ്റെ ആണെങ്കിൽ പിന്നെ ഇനി എന്താഗ്രഹിക്കാനാണ്? അങ്ങനെ ആഗ്രഹങ്ങളേ ഇല്ലാത്ത ഒരു മനോതലത്തിൽ എത്തുമ്പോഴാണ് അത് ഇത്രമാത്രം രസകരമായിരുന്നു എന്ന് മനസ്സിലാവുക. അങ്ങനെ മനസ്സിലായവർക്ക് പിന്നെ ഒന്നും ആഗ്രഹിക്കാൻ തോന്നുകയില്ല. കാരണം ഒരാഗ്രഹവും നമുക്ക് ആത്യന്തികമായ സുഖത്തെയോ സന്തോഷത്തെയോ തരുന്നില്ല എന്ന് അവർക്ക് ബോധ്യമാകും. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ തന്നെ തന്നെ നൽകുന്നു. ഇങ്ങനെ ദേവന്മാർ പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഒരുപാട് പുണ്യം നേടിയതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്വർഗം ലഭിച്ചത്. അതിൽ നിന്ന് ബാക്കി വരുന്ന പുണ്യമുണ്ടെങ്കിൽ ഇനി അടുത്ത ജന്മം ഭാരതവർഷത്തിൽ പോയി ജനിക്കാൻ അനുഗ്രഹിക്കണം എന്നാണ്. 28ാമത്തെ ശ്ലോകം. യത് അത്ര നഹ സ്വർഗസുഖാവശേഷിതം സ്വിഷ്ടസ്യ സൂക്തസ്യ കൃതസ്യ ശോഭനം തേന അജനാഭേ സ്മൃതിമത് ജന്മ നഹ സ്യാദ് വർഷേ ഹരിഹി യത് ഭജതാം ശം തനോതി.
സ്വ ഇഷ്ടസ്യ നന്നായിട്ട് ഞങ്ങൾ യാഗം ചെയ്തതിൻ്റെയും സൂക്തസ്യ വേദം ചൊല്ലിയതിൻ്റെയും കൃതസ്യ മറ്റ് സൽക്കർമ്മത്തിൻ്റെയും ഒക്കെ ശോഭനം പുണ്യഫലമായിട്ടാണ് സ്വർഗസുഖം ഈ സ്വർഗസുഖം ലഭിച്ചത്. എന്നാൽ ഈ സ്വർഗസുഖം ലഭിച്ചു കഴിഞ്ഞാലും ഒരു പുണ്യം ബാക്കി ഉണ്ടാകുമല്ലോ. അങ്ങനെ സുഖാവശേഷിതം ഈ അനുഭവിച്ചതിൻ്റെ ബാക്കി അത്ര ഇവിടെ നഹ ഞങ്ങൾക്കുണ്ടെങ്കിൽ യതി തേന ആ പുണ്യത്തെ ഇനി ഈ സ്വർഗത്തിൽ അനുഭവിക്കാൻ ആക്കരുത്. ഞങ്ങളെ അജനാഭേ വർഷേ അജനാഭം എന്നുകൂടെ പേരുള്ള ഈ ഭാരതവർഷത്തിൽ എങ്ങനെ ജനിപ്പിക്കണം? സ്മൃതിമത് സദാ ഭഗവത് സ്മരണയുള്ളവനായിട്ട് ഒരു ജന്മം നഹ ഞങ്ങൾക്ക് സ്യാത് ഉണ്ടാക്കേണം ഭഗവാനെ. എന്തെന്നാൽ യത് ഈ ഭാരതവർഷത്തിൽ വെച്ച് ഹരിസ്മരണയോടുകൂടെ ഇരുന്നാൽ ഹരിഹി ഭജതാം ഹരിയെ ഭജിക്കുന്നവർക്ക് ഭഗവാൻ എല്ലാ അർത്ഥത്തിലുമുള്ള ശം സുഖം ആനന്ദം ഇവയെ തനോതി അങ്ങ് നൽകുമല്ലോ. അതിൽ പരമൊരു ഭാഗ്യം വേറെ എന്താണ് വേണ്ടത്? കുറെ തിന്നും കുടിച്ചും ഇരുന്നാൽ സുഖം കിട്ടും എന്നതൊക്കെ നമ്മുടെ തെറ്റായ ധാരണയാണ്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിലും വയറ് നിറയുന്നത് വരെ കഴിക്കാം. അത് കഴിഞ്ഞ് ഇനിയും നമ്മെ നിർബന്ധിച്ചാൽ ഒരുപക്ഷെ ഛർദ്ദിക്കാൻ വരും. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങളെല്ലാം. എല്ലാം ഏതാനും നിമിഷത്തേക്ക് മാത്രമാണ്. പക്ഷെ നമ്മൾ അത് തിരിച്ചറിയുന്നില്ല. വിശക്കുമ്പോൾ വീണ്ടും കഴിക്കാം എന്നല്ലാതെ കുറേ നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഭൗതിക സുഖവും ഈ ലോകത്തിലില്ല. അത് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മൾ ഭഗവാനെ സേവിച്ചു തുടങ്ങും. അങ്ങനെ 9 വർഷങ്ങളുടെ പ്രാധാന്യം, അതിൽ തന്നെ ഭാരതവർഷത്തിന്റെ മഹാത്മ്യവും കൂടെ പറഞ്ഞിട്ട് ശുകബ്രഹ്മർഷി അവസാനിപ്പിക്കുകയാണ്. 29ാമത്തെ ശ്ലോകം. ജംബുദ്വീപസ്യ ച രാജൻ ഉപദ്വീപാൻ അഷ്ടൗ ഹ ഏക ഉപദിശന്തെ സകരാത്മജൈഃ അശ്വ അന്വേഷണ ഇമാം മഹീം പരതോ നിഖനദ്ഭിഃ ഉപകൽപിതാൻ. ഹേ രാജൻ, ജംബുദ്വീപിൻ്റെതായ അഷ്ടൗ ഉപദ്വീപാൻ 8 ഉപദ്വീപുകളെ അശ്വാന്വേഷണെ യാഗാശ്വത്തെ അന്വേഷിക്കുന്ന അവസരത്തിൽ ഇമാം പരിതഃ ഈ ഭൂമിക്ക് ചുറ്റുമായി അവർ നിഖനദ്ഭിഹി ആഴത്തിൽ കുഴിച്ചിരുന്നു. അങ്ങനെ കുഴിച്ചപ്പോൾ ചെറിയ ചെറിയ ദ്വീപുകൾ രൂപപ്പെട്ടു. ഇതിനെയാണ് 8 ഉപദ്വീപുകളായിട്ട് പറയുന്നത്. ഇവ സകരാത്മജൈഹി സകരപുത്രന്മാരാൽ ഉപകൽപ്പിതാൻ ഉണ്ടാക്കി തീർക്കപ്പെട്ടവ എന്ന നിലയ്ക്ക് ഏകേ ഉപദിശന്തേഹ ചിലർ പറഞ്ഞു ധരിപ്പിക്കാറുണ്ട്. അശ്വമേധം നടത്തുന്ന സമയത്ത് അശ്വത്തെ അഴിച്ചുവിടും. അങ്ങനെ ആ അശ്വത്തെ തേടി നടന്ന സകരപുത്രന്മാർ ഈ അശ്വത്തെ ഇന്ദ്രനാണ് കട്ടുകൊണ്ടുപോയത്. ഇതെവിടെയാണ് എന്ന് അറിയാതെ അവർ ഭൂമിയിൽ ഓരോ സ്ഥലത്തും കുഴിച്ചു നോക്കിയിരുന്നു അത്രേ. ഇങ്ങനെ കുഴിച്ചു നോക്കിയ സ്ഥലങ്ങൾ പിന്നീട് ഉപദ്വീപുകളായിട്ട് മാറി. അങ്ങനെ 8 ഉപദ്വീപുകൾ ഈ ജംബുദ്വീപിൻ്റെതായിട്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അവയുടെ പേരുകളാണ്, ഈ 8 ഉപദ്വീപുകളുടെ പേരാണ് 30ാമത്തെ ശ്ലോകത്തിൽ. തത് യഥാ അത് എങ്ങനെയെന്നാൽ സ്വർണപ്രസ്ഥം, ചന്ദ്രശുക്ലം, ആവർത്തനം, രമണകം, മന്ദരഹരിണം, പാഞ്ചജന്യം, സിംഹളം, ലങ്ക. ഇവയാണ് ആ 8 ദ്വീപുകൾ, ഉപദ്വീപുകൾ. 31ാമത്തെ ശ്ലോകം. ഏവം തവ ഭാരതോത്തമ ജംബുദ്വീപവർഷ വിഭാഗോ യഥാ ഉപദേശം ഉപവർണിത ഇതി. ഹേ ഭാരതോത്തമ, ഭരതവംശത്തിൽ ശ്രേഷ്ഠനായി ജനിച്ച അല്ലയോ പരീക്ഷിത്തെ, തവ അങ്ങേക്കായിക്കൊണ്ട് ജംബുദ്വീപ വർഷ വിഭാഗ ഇങ്ങനെ ജംബുദ്വീപിലുള്ള വർഷങ്ങളുടെ ഈ വിഭാഗം യഥാ ഉപദേശം എനിക്കെങ്ങനെയാണോ എൻ്റെ ഗുരുവിൽ നിന്ന് ഉപദേശമായിട്ട് ഈ അറിവ് കിട്ടിയത്, അയം ഇത് അതേപോലെ തന്നെ ഏവം ഉപവർണിത ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ഇതി. ഇങ്ങനെ പറഞ്ഞ് ശുകബ്രഹ്മർഷി ഈ ഒരു പ്രകൃതം അവസാനിപ്പിച്ചു. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ
पञ्चमस्कन्धे जम्बूद्वीपवर्णनं नाम 19तमो अध्यायः। हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम राम हरे कृष्ण 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 हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण।